ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗേൾസ് പവർ ഡയറീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിരിയാണി വെച്ചാലോ? അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പരിചയപ്പെടാം. തക്കാളി, സവാള, ഇഞ്ചി, മല്ലിയില, പച്ചമുളക്, വെളുത്തുള്ളി, മസാലക്കൂട്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്. ഇവയെല്ലാം നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള വഴറ്റുവാണ്. സവാള നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പച്ചമുളക് എല്ലാം കൂടെ ക്രഷ് ചെയ്തിട്ടത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. ഏതാണ്ട് 2 സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം. വഴറ്റാൻ വെച്ചിരുന്ന മിക്സ് എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലേക്ക് നന്നായിട്ട് മസാല പിരളുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനും മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ആയ ശേഷം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ്റെ മസാലാസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് വറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെച്ച് ഇനി നമ്മൾ റൈസ് വെക്കാനായിട്ടാണ് ഒരുങ്ങുന്നത്. അതിനായിട്ട് ചെറിയ ബിരിയാണി അരിയാണ് കിട്ടിയിട്ടുള്ളത്. അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. റൈസ് റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അതിനെ അടി പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമുക്ക് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം, കളറിന് വേണ്ടിയാണ്. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ലെമൺ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലെമൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ചോറെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ സവാളയും അണ്ടിപ്പരിപ്പും കൂടെ വറുത്ത് കോരിയത് നമ്മൾ റൈസിലോട്ടിട്ട് സെറ്റ് ആക്കുവാണ്. അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വറുക്കുന്നത്, പക്ഷേ അത് വീഡിയോ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മസാലക്കൂട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് റൈസിൻ്റെ ഇടയിലിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത് ഇവിടെ ഫൈനല് നമ്മൾ ദം ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ദം നമ്മൾ തുറക്കുകയാണ്. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.